blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറും. തീർച്ചയായും ഞാനത് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മൾ ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, പത്തനാപുരത്ത് നിന്നുള്ള ആറൺ പ്രമോദിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 13 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചതിന് നന്ദി സൂചകമായി ഇത് ചെയ്തിരിക്കുമ്പോൾ തന്നോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കറുകച്ചാലിൽ നിന്നുള്ള ജിനു അലക്സ് എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ലൊരു ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുരേഷ് മാത്യുവിനും സുജ മാത്യുവിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം ഒരു കുഞ്ഞിനെ നൽകി ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ നവംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ നവംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയം, ഇടക്കര, നിലമ്പൂർ, മലപ്പുറം. The title is Breaking the Barriers of the Past. എന്നാൽ ഇന്നത്തെ സ്ഥലക്കെട്ട് എഴുതിവെക്കുക, കഴിഞ്ഞ കാലങ്ങളിലെ തടസ്സങ്ങളെ തകർക്കുക. How many of you have a past? നിങ്ങൾ എത്ര പേർക്ക് ഭൂതകാലം അഥവാ കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു? All of us. നമുക്ക് We എല്ലാവർക്കും have a past from our birth till this moment. കാരണം നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ കാലഘട്ടത്തെയാണ് ഭൂതകാലം എന്ന് പറയുന്നത്. But the success of a person depends on 3 things. എന്നാൽ ഒരു വ്യക്തിയുടെ വിജയം ഇരിക്കുന്നത് 3 കാര്യത്തിലാണ്. Number 1, our success depends on 3 things. Number 1, knowing our God. നമ്മുടെ വിജയം ഇരിക്കുന്നത് 3 കാര്യത്തിലാണ്. ഒന്നാമതായിട്ട് അതിരിക്കുന്നത് നമ്മുടെ ദൈവത്തെ അറിയുക എന്നതിലാണ്. Because Paul says, I know whom I have believed. കാരണം പൗലോസ് പറയുന്നത്, ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. He knew his God. അവന് അവന്റെ ദൈവം ആരെന്ന് We അറിയാമായിരുന്നു. should know our God. നാമും അതുപോലെ നമ്മുടെ ദൈവത്തെ അറിയണം. We should know his abilities. അവന്റെ കഴിവുകൾ എന്താണ് എന്ന് നാം We തിരിച്ചറിയണം. should know how he will work for us. അവൻ നമുക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ We കുറിച്ച് should know അറിയണം. what he has reserved for us. അവൻ നമുക്ക് വേണ്ടി എന്താണ് കരുതി വെച്ചിരിക്കുന്നത് എന്നത് നമ്മുടെ ദൈവത്തെ കുറിച്ച് We നമുക്ക് should അറിവുണ്ടാകണം. know our God. നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. Daniel says, those who know their God, they will be steadfast and they will do great feats for God. ദാനിയേൽ പറയുന്ന, ദൈവത്തെ അറിയുന്ന വ്യക്തികൾ അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Look here, brothers and sisters. എന്റെ സഹോദരന്മാരെ സഹോദരിമാരെ, ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, If you know your God thoroughly well, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ശരിയായ വിധത്തിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ you will be a success in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിജയിയായിരിക്കും. Number 2, know yourself. രണ്ടാമതായിട്ട് നിങ്ങളെ തന്നെ അറിയുക. How God has made you. എങ്ങനെയാണ് ദൈവം നിങ്ങളെ How സൃഷ്ടിച്ചിരിക്കുന്നത്? God has created you and designed your life. എങ്ങനെയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തെ മെനഞ്ഞിരിക്കുന്നത്, പണിതിരിക്കുന്നത്? Hallelujah. ഹല്ലേലൂയ. So if you know yourselves, that will help you to take steps to success. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ അറിയുന്നതും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന പടിയാണ്. Number 3, know your enemy. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ ശത്രുവിനെ അറിയുക. How we can defeat him with the power of God. ദൈവത്തിന്റെ ശക്തിയാൽ എങ്ങനെ ഈ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും? Hallelujah. ഹല്ലേലൂയ. See, if you know these 3 characters, you will be a success in your life. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ 3 കഥാപാത്രങ്ങളെ അറിയാമെങ്കിൽ, ശരിയായ വിധത്തിൽ അറിയുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിയായിരിക്കും. Say hallelujah. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Now, the second one is knowing ourselves. രണ്ടാമത്തെ കാര്യമായിരുന്നു നാം നമ്മെ തന്നെ അറിയുക. Many people do not know themselves. ഒത്തിരി ആളുകൾക്കും അവരെ തന്നെ അവർക്ക് അറിവില്ല. They don't know what God has
implanted in them. അവരുടെ അകത്ത് ദൈവം എന്താണ് ഇട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് They അറിവില്ല. don't know how God has designed their life. ദൈവം അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിവില്ല The അവർക്ക്. Bible is the best book which will talk about you. എന്നാൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകമാണ് ബൈബിൾ എന്നുള്ളത്. Hallelujah. ഹല്ലേലൂയ. If you look to your own body, നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ നോക്കിയാൽ, according to Psalm 139, the Bible says we are fearfully and wonderfully made. സങ്കീർത്തനം 139 അനുസരിച്ചിട്ട് ബൈബിൾ പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? How are we made? എങ്ങനെയാണ് നിങ്ങൾ We സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? are made fearfully and wonderfully. അവിടെ നാം വായിക്കുന്നു, നമ്മൾ അത്ഭുതകരമായി അതിശയകരമായി So സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. this physical body is designed by God. അതിന്റെ അർത്ഥം ഈ ശരീരം, ഈ ഭൗതിക ശരീരം ദൈവത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരമാണ്. Come here. ഇവിടെ വന്നാലും Look this young man. ഈ കൊച്ചു ചെറുപ്പക്കാരനെ നോക്കാമോ? Very handsome. വളരെ സുമുഖനായ ചെറുപ്പക്കാരൻ. Well built body. God designed his body. ഈ ശരീരത്തെ, വളരെ വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്ന കർത്താവാണ്. Now, where are his eyes? എവിടെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇരിക്കുന്നത്? At the back of the head or front of the head? ഈ തലയുടെ പുറകുവശത്തായിട്ടാണോ വെച്ചിരിക്കുന്നത് അതോ മുൻഭാഗത്തായിട്ടാണോ വെച്ചിരിക്കുന്നത്? പറയൂ. Where? എവിടെയാണ്? Front of the face, here. മുഖത്തിന്റെ മുൻഭാഗത്തായിട്ടാണ് That വെച്ചിരിക്കുന്നത്. means God designed his body so that he can look ahead. അതിന്റെ അർത്ഥം ദൈവം ഇവനെ മുന്നോട്ട് നോക്കുവാൻ തക്ക വിധത്തിലാണ് തന്റെ ശരീരത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. All right? ഞാൻ പറയുന്നത് ശരിയാണോ? We all are designed like that. നമ്മൾ എല്ലാവരും അതുപോലെയാണ് None of രൂപപ്പെടുത്തിയിരിക്കുന്നത്. us, we have our eyes fixed here അതിന്റെ അർത്ഥം നമ്മുടെ ആരുടെയും കണ്ണുകൾ പുറകിൽ വെച്ചിട്ടില്ല. so that we will walk backwards. അങ്ങനെ നമുക്ക് പുറകോട്ട് നടക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. God designed us to go forward. ദൈവം നമ്മളെ മുൻപോട്ട് പോകുവാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. Look at the feet. അദ്ദേഹത്തിന്റെ കാലുകളൊന്ന് നോക്കിക്കേ. ഈ മകന്റെ The feet is also forward. അദ്ദേഹത്തിന്റെ കാലുകളും മുൻപിലേക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. It is forward. മുൻപോട്ട് വെച്ചിരിക്കുന്നു. God did not deliberately fix his feet like this. അദ്ദേഹത്തിന്റെ കാലുകൾ, ഈ മകന്റെ കാലുകൾ, അതിന്റെ വിരലുകൾ ഒരിക്കലും പുറകിലേക്കായി ദൈവം ഫിക്സ് ചെയ്തിട്ടില്ല. Meaning he has to walk forward. അതിന്റെ അർത്ഥം ഇവൻ മുന്നോട്ടാണ് പോകേണ്ടത്, Not backwards. ഒരിക്കലും പുറകോട്ട് പോകേണ്ട പാടില്ല. Say hallelujah. എത്ര പേർ ചേർന്ന് ഹല്ലേലൂയ പറയും? When some children are born, എന്നാൽ ചില കുട്ടികൾ ജനിക്കുമ്പോൾ they have something called duck feet. അവർക്ക് താറാവിന്റേതുപോലുള്ള കാലുകളോടുകൂടിയാണ്. ഇങ്ങനെ ഒന്ന് കാല് വെച്ച് പുറത്തോട്ട്. Some people, when they will be born, some children, their feet will be like this. എന്നാൽ ചില കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവരുടെ കാലുകൾ ഇതുപോലെ താറാവിന്റേതുപോലുള്ള കാലുകൾ പോലെ അവർ ജനിക്കാറുണ്ട്. So when they walk, there will be difficulty. അവർ നടക്കുമ്പോൾ അവർക്ക് വളരെ ബുദ്ധിമുട്ട് So അനുഭവിക്കാറുണ്ട്. you consult a doctor. അപ്പോൾ അവർ ഡോക്ടേഴ്സിനെ കാണും. The doctor will say, we have to correct this leg through a surgery. പകരം ഡോക്ടർ പറഞ്ഞ, അയ്യോ ഈ കാല് നമ്മൾ ശരിയായിരിക്കേണ്ട ആവശ്യമുണ്ട്. Because the original design is to walk forward. കാരണം ദൈവത്തിന്റെ ശരിയായ സൃഷ്ടിപ്പ്, ഒറിജിനൽ ആയിട്ടുള്ള ഡിസൈൻ എന്നുള്ളത് മുൻപോട്ട് പോകുക എന്ന തരത്തിലുള്ളതാണ്. Walk. നടക്കുക. This is the way God has designed us. ദൈവം ഇതുപോലെ നടക്കത്തക്ക വിധത്തിലാണ് ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഒന്ന് പുറകോട്ട് നടന്നേ. Speed. മോനെ വീഴും. It's very difficult. പുറകോട്ട് When we വേഗത്തിൽ walk പോവുക. backwards, always we are thinking, what is behind it? What is behind പുറകിലേക്ക് it? Will I trip and fall down? പുറകിലേക്ക് നടക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പുറകിലേക്ക് നടക്കുമ്പോൾ നാം എല്ലായ്പ്പോഴും ചിന്തിക്കും, എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, പുറകിൽ എന്തെങ്കിലും കൊണ്ട് ഞാൻ തട്ടി വീഴുമോ, വീണു പോകുമോ എന്നുള്ള ഭയം നമ്മെ ഭരിക്കും. Know yourself. അതുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക. God designed you to move forward. ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകത്തക്ക വിധത്തിലാണ്. God bless you. God bless you. Give me a hand. Hallelujah. Hallelujah. Deuteronomy chapter 1. ആവർത്തന പുസ്തകം 1-ാം അധ്യായം verses 1 through 8. അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. When we read that, God is coming,
giving them a powerful command to move forward. ഇവിടെ നാം വായിക്കുമ്പോൾ ദൈവം വന്നിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഒരു ശക്തമായ ഒരു ആഹ്വാനം നൽകുന്നതായി കാണാം. These are the words Moses spoke to all Israel in the wilderness east of Jordan, that's in the Arabah, opposite Suf, between Paran and Tophel, Laban, Hezroth and Dizahab. സൂഫിനെതിരെ പാരാനും തോഫലിനും ലാബാനും ഹസോരോത്തിനും ദീസാഹാബിനും നടുവേ യോർദാനക്കരെ മരുഭൂമിയിൽ അരാബയിൽ വെച്ച് മോശെ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങൾ ആവിത്. Verse number 2, within brackets, it takes 11 days to go from Horeb to Kadesh Barnea by the Mount Seir road. രണ്ടാമത്തെ വചനത്തിൽ മലയാളത്തിൽ സെയീർ പർവ്വതം വഴിയായി ഹോരേബിൽ നിന്ന് കാദേശ് ബർണയിലേക്ക് 11 ദിവസത്തെ വഴിയുണ്ട്. In the 40th year, on the first day of the 11th month, Moses proclaimed to the Israelites all that the Lord had commanded him concerning them. മൂന്നാമത്തെ വചനം 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശെ ഇസ്രായേൽ മക്കളോട് യഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും പറഞ്ഞു. This was after he had defeated Sihon, king of the Amorites, who reigned in Heshbon, and Edrei had defeated Og, king of Bashan, who reigned in Ashtaroth. അവിടെ നാലാമത്തെ വചനം ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോരി രാജാവായ സീഹോനെയും അസ്തോരത്തിൽ പാർത്തിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും എദ്രയിൽ വെച്ച് സംഹരിച്ച ശേഷം East of the Jordan, in the territory of Moab, Moses began to expound this law, saying, അഞ്ചാമത്തെ വചനം യോർദാനക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശെ ഈ ന്യായപ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ. so this is a law that was given to the people through Moses. ഇത് മോശയാൽ ജനത്തിന് നൽകപ്പെട്ട ഒരു കൽപ്പനയാണ്. So this is a commandment. ഇതൊരു കൽപ്പനയാണ്. This is not thou shalt not kill. ഇത് നിങ്ങൾ കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പനയല്ല. Thou shalt not steal. അല്ലെങ്കിൽ മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് പോലെയല്ല. This is a different law. ഇതൊരു മറ്റു വ്യത്യസ്തമായ മറ്റൊരു Says the കൽപ്പന. Lord our God said to us in Horeb, you have stayed long enough at this mountain. ആറാമത്തെ വചനം ഹോരേബിൽ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ പാർത്തതു മതി. Underline. അത് അടിവരയിടുക, ബൈബിളിൽ അടിവരയിടുക. Verse number 9, break camp and advance, underline advance, into the hill country of the Amorites. Go to all the neighboring peoples in the Arabah, in the mountains, in the western foothills, in the Negev, and among the coast, to the land of Canaanites, and to Lebanon, as far as the great river, the Euphrates. ഏഴാമത്തെ വചനത്തിലേക്ക് നോക്കുക. തിരിഞ്ഞ് യാത്ര ചെയ്ത് അമ്മോന്യരുടെ പർവ്വതത്തിലേക്കും അതിന്റെ അയൽ പ്രദേശങ്ങളായ അരാബ, മലനാട്, താഴ്വീതി, തെക്കേദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യ ദേശത്തേക്കും ലെബാനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവേൻ. Verse number 8, see, I have given you this land. Go in and take possession of the land. The Lord swore who would give to your fathers, to Abraham, Isaac, and Jacob, and to their descendants after them. എട്ടാമത്തെ വചനം, ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവിൻ. God gave them a promise many years back, many centuries back. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഒരു വാഗ്ദാനം നൽകി. And they believed it. അവരത് വിശ്വസിച്ചു. They started. അവരത് തുടങ്ങി. But God says, I have already given you the land. എന്നാൽ കർത്താവ് പറയുന്നു, നോക്കി ഞാൻ നിങ്ങൾക്കത് തന്നു Even കഴിഞ്ഞിരിക്കുകയാണ്. before they reached the place, God was saying that I have already given you the land. നോക്ക്, ആ സ്ഥലത്ത് ഇസ്രായേൽ മക്കൾ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആ ദേശം തന്നു കഴിഞ്ഞിരിക്കുകയാണ്. God sees things differently. ഓർക്ക് കാര്യങ്ങളെ ദൈവം കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. Hallelujah. ഹല്ലേലൂയ. All of us, we have a pile of promises in our lives. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ വാഗ്ദാനങ്ങളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. God says, I have already given you that. കർത്താവ് പറയുന്നു, ഞാനത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു മക്കളെ. So we ask, why, where? അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ എന്തുകൊണ്ട്, എവിടെ ഈ അനുഗ്രഹങ്ങൾ? But in God's eyes, everything is finished. എന്നാൽ കർത്താവിന്റെ കണ്ണിൽ സകല കാര്യങ്ങളും നിവൃത്തിയായി കഴിഞ്ഞിരിക്കുന്നു. So in the English structure, it says, I have given you the land.
have given is a perfect tense. ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ ഈ ദേശം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പെർഫെക്റ്റ് ടെൻസിലാണെന്ന് നമുക്ക് കാണാൻ That സാധിക്കുന്നത്. means the action is completely finished. അതിന്റെ അർത്ഥം അതിന്റെ ക്രിയ അത് പരിപൂർണമായി പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. It's a finished fact. അതൊരു പൂർത്തിയായപ്പെട്ട ഒരു സത്യമാണ്. Because God is Alpha and Omega, He knows everything from the beginning. കാരണം ദൈവം ആൽഫയും ഒമേഗയും ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെ തുടക്കം മുതലേ ആരംഭം മുതലേ അവൻ കാണുന്നു. Hallelujah. ഹല്ലേലൂയ. ഒത്തിരി നാളുകളായിട്ട് ബ്ലെസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരാണ്. 2010 ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. Okay. അതിനുശേഷം ദീർഘനാളുകൾ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. ഇവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് കൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ സിസ്റ്റർക്ക് ഓവറിയിൽ ചെറുതായിട്ട് സിസ്റ്റും ഉണ്ടായിരുന്നതുകൊണ്ട് Means രണ്ടുപേർക്കും പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഡോക്ടേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ചെക്കപ്പുകൾ സജസ്റ്റ് ചെയ്തിരുന്നു. ഇവര് സൗദിയിലായിരുന്നത് കൊണ്ട് ഇവര് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരുങ്ങി, എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം എന്ന് അവരത് കരുതിയിരുന്നു. ഇതിനിടയിൽ 2015 നമ്മുടെ ഗുഡ് ഫ്രൈഡേ സർവീസ് നടന്നപ്പോൾ ആ ഒരു ലൈവ് ടെലികാസ്റ്റ് താൻ കാണുവാനായിട്ട് ഇടയായി. വീട്ടിലിരുന്നുകൊണ്ട് ലൈവ് ടെലികാസ്റ്റ് കണ്ടു. ഈ സഹോദരി സൗദിയിലിരുന്ന് കണ്ടു, ടി വിയിലൂടെ ഈ സഹോദരി അത് കണ്ടു. ഓക്കെ. ഈ സഹോദരി പറയുന്നത് ആ 2015 ഗുഡ് ഫ്രൈഡേ സർവീസിൽ വെച്ചിട്ട് വേറൊരു കുടുംബം വന്ന് സാക്ഷ്യം പറയുന്ന താൻ കേട്ടു. അവർ സാക്ഷ്യം പറഞ്ഞത് 2014 ഗുഡ് ഫ്രൈഡേ സർവീസിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടായ സാക്ഷ്യം 2015 പറയുന്നത് ഈ സഹോദരി കേൾക്കുവാനിടയായി. ഓക്കെ. ഈ സഹോദരി അന്ന് തന്നെ ഹൃദയത്തിൽ വിശ്വസിച്ചു. ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഈ സഹോദരി വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഈ സഹോദരി പറയുന്നത് പ്രാർത്ഥിച്ചു, വിശ്വസിച്ചുവെങ്കിലും കുട്ടികൾ ഉണ്ടാകാനുള്ള അങ്ങനെ പ്രതീക്ഷയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കലി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ ദിവസങ്ങളിലൊന്നും ചെക്ക് ചെയ്തില്ല. ഏകദേശം 2 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ സഹോദരിക്ക് ആ ഒരു രീതിയിലുള്ള സംശയം തോന്നിയിട്ട് ഇവർ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. ആ സമയത്ത് എത്ര നാൾ പ്രഗ്നൻ്റ് ആയിരുന്നു? എത്ര ആഴ്ചകൾ? അത് ഓർമ്മയുണ്ടോ? ഏകദേശം 8 ആഴ്ചയൊക്കെ ആയിരുന്നു. That means 2 months. 2 months ആയി. അതായത് ഏകദേശം ഈ ഗുഡ് ഫ്രൈഡേ സർവീസിന്റെ ഈ ഒരു സമയങ്ങളിൽ തന്നെ ഈ സഹോദരി പ്രഗ്നന്റ് ആയി. പക്ഷേ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഇവര് 2 മാസവും 2 ആഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ ഇവരൊരു സ്കാൻ എടുത്തു. സ്കാൻ എടുത്ത് അത് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കുഞ്ഞിന് ജനന സമയം മുതൽ ഇതുവരെ ഹാർട്ട് ബീറ്റ് ഇല്ല. അതായത് വയറ്റിലായിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല. അതിനെ കളയണം എന്നുള്ള രീതിയിൽ നിന്ന് ഡോക്ടർ ഫസ്റ്റ് സ്കാനിലാണോ അത് പറഞ്ഞത്? 8 ആഴ്ചയായ സമയത്ത് 2 മാസം ആഴ്ചയും 2 വരെ ഈ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ബീറ്റില്ലാതെ മരണപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ കുഞ്ഞിന്, ജീവനില്ലാത്ത അവസ്ഥയിലാണ് ആ കുഞ്ഞു ഉദരത്തിലായിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 മാസം ഹാർട്ട് ബീറ്റ് ഇല്ലാതിരുന്ന കുഞ്ഞാണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത്? ആ കുഞ്ഞ് തന്നെയാണ് ഈ കയ്യിലിരിക്കുന്നത്. ഈ സഹോദരി ഡോക്ടറെ അടുത്ത് ചെന്ന് ഡോക്ടർ ഈ സ്കാൻ റിപ്പോർട്ട് എല്ലാം എടുത്തു വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് തനിക്കും അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ കുഞ്ഞിനെ കളയാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഈ സഹോദരി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ സഹോദരി ബ്ലെസ്സിംഗ് ടുഡേ കാണുകയും പ്രാർത്ഥിക്കുകയും യേശുവിൽ വിശ്വാസമുള്ളൊരു സഹോദരി ആയിരുന്നുകൊണ്ട് താൻ പറഞ്ഞു, എനിക്കൊരു 7 ദിവസത്തെ അവധി തരണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ശരിയാണോ? ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എനിക്കൊരു 7 ദിവസം കൂടെ സമയം തരണം തീരുമാനത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഈ സഹോദരി ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേ ടി പ്രോഗ്രാം കാണുമായിരുന്നു. അത് മാത്രമല്ല, ഈ സഹോദരി സൗദിയിൽ നിന്ന് താൻ പ്രയർ കോൾ സെന്ററിലേക്ക് വിളിച്ചു. ഈ സമയത്തല്ല സൗദിയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ തന്നെ അമ്മ ഇവിടെ നാട്ടിൽ നിന്ന്, നിലമ്പൂരിൽ നിന്ന് അമ്മയും ഇവിടെ പ്രയർ കോൾ സെന്ററിലേക്ക് വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു കർത്താവ് ജീവൻ തരും, ജീവനുള്ള കുഞ്ഞിനെ തരും, അത്ഭുതം പ്രവർത്തിക്കും. ആ ഒരു പ്രയർ കോൾ സെന്ററിൽ നിന്ന് അവർക്ക് ഒത്തിരി ധൈര്യം പകർന്നു കൊടുത്തു എന്ന സഹോദരി പറയുന്നത്. ഈ സഹോദരി പറയുന്നത് ഈ 7 ദിവസം കഴിഞ്ഞ് താൻ തിരികെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞിന് ജീവനുണ്ട്, ഹാർട്ട് ബീറ്റ് തിരിച്ചു വന്നു. ആ കുഞ്ഞിന്റെ മേൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന കുഞ്ഞ് ഡോക്ടേഴ്സ് ഉപേക്ഷിക്കണം, കളയണമെന്ന് പറഞ്ഞ കുഞ്ഞാണ്. ജീവനോടെ കർത്താവ് കൊടുത്ത ഒരു അത്ഭുതമായിട്ട് ആ കുഞ്ഞ് അവിടെ ഇരിക്കുന്നു. ആ കുഞ്ഞിനെ ആ സഹോദരി പേരിട്ടത് ഹന്ന എന്നാണ്. ശമൂവേലിനെ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ കൊടുത്തല്ലോ, അതുകൊണ്ട് പെൺകുഞ്ഞായതുകൊണ്ട് ഹന്ന എന്ന് ആ ഒരു പ്രാർത്ഥനയുടെ ഇതിൽ ഹന്ന എന്ന് ആ കുഞ്ഞിന് പേര് വിട്ടു. ഏതായാലും ആള് വളരെ സ്മാർട്ടാണ്. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നത് വൈകി വരുന്നത്
വലിയ അനുഗ്രഹമായിരിക്കും. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. മെഡിക്കലി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്ത കുഞ്ഞിൻ്റെ കരച്ചില ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കി സാത്താൻ പറയും, മനുഷ്യർ പറയും, നിൻ്റെ സമയം തീർന്നു, നീ ജീവിക്കണ്ട. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവനായ യേശു നമ്മുടെ ജീവിതത്തെ ദീർഘിപ്പിക്കുന്നവനാണ്. രണ്ട് കൈകളും നിർത്തി കർത്താവേ, ഈ സഹോദരിയോട് ചേർന്ന് ഞങ്ങൾ യേശുവിന് നന്ദി പറയും. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 05574156618 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ. അൽനാദ വൈകിട്ട് 7:30 മുതൽ 9:30 വരെ. വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷന് സമീപം, അൽ ഖരൂദ്, ദുബായ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തൃശൂർ നവംബർ 18 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, പാലസ് റോഡ്, തൃശൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നിലമ്പൂർ നവംബർ 19 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയം, ഇടക്കര, നിലമ്പൂർ, മലപ്പുറം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് ഈ സമയത്ത് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പഴുപ്പ് നിറഞ്ഞ വ്രണങ്ങൾ ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്രണങ്ങൾ ഉണങ്ങാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിൻ്റെ നടുവിൻ്റെ താഴെയായിട്ട്, അതായത് ലോവർ ബാക്ക്, അവിടെ ഭയങ്കരമായി തകരാറുള്ള ഏതോ നട്ടലിന് തകരാറ് സംഭവിച്ചൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു. പൈൽസ് രോഗമുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ കൈയുടെ ഈ എൽബോ, കൈമുട്ടിൻ്റെ ആ ഭാഗത്ത് എന്തോ പ്രയാസമുണ്ടായിട്ട് പെയിനുണ്ട്, നീർവീക്കമുണ്ട്. അത് ചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റിഫായിപ്പോയൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിച്ച വ്യക്തികളെ യേശു കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം നടക്കട്ടെ. മാരക രോഗങ്ങൾ ഇപ്പോൾ മാറട്ടെ. മൈഗ്രെയിൻ, ശക്തിയേറിയ തലവേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകളെ ബാധിക്കുന്ന ഗ്ലോക്കോമ എന്ന രോഗം ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കും. അതുപോലെ ഹൈ ഷുഗറുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ദൈവികമായ വിടുതലുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തിയിലേക്കും വന്നുകൊണ്ടിരിക്കട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ എപ്പോഴും ഒരു പ്രവണതയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മരണത്തിൻ്റെ ആത്മാവ് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്, ഇൻ ജീസസ് നെയിം. അതുപോലെ വീടിനകത്ത് തന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ ചില രോഗങ്ങളാൽ
ചില യൂറിൻ പോകാനുള്ള സഞ്ചിയെല്ലാം ഘടിപ്പിച്ചിട്ടുള്ള ബാഗെല്ലാം ഘടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. അപൂർവ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് 2 കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഏത് പ്രയാസമാണെങ്കിലും വിഷയമാണെങ്കിലും രോഗമാണെങ്കിലും ഒരു വിടുതൽ കർത്താവ് കൊടുത്ത് അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് അറിയില്ലാത്ത ഒരാളോടെങ്കിലും ഇന്നതിനെക്കുറിച്ച് പറയുക. മാത്രമല്ല, ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് ദൂരെയാണെങ്കിലും സമയം ചെലവഴിച്ച് വരിക. കർത്താവ് അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഓൺലൈനായി അത് കരസ്ഥമാക്കാം. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.